ഇപ്പോഴത്തെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. ആലപ്പുഴ പുന്നപ്രയിൽ കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി പുന്നപ്ര സ്വദേശി ഹുസൈന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പുന്നപ്ര നർബോണ തീരത്താണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ അയ്യപ്പൻകാവ് സ്വദേശി രാജേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 16 വർഷം കഠിന തടവും പിഴയും. ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വേലൂർ തലക്കോട്ടുകര സ്വദേശി മോഹൻദാസിനെയാണ് കോടതി 16 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ചുമത്തിയത്. തൃശൂർ കൊടകരയിൽ ബസ്സിൽ മോഷണം നടത്തിയ പ്രതികൾ പിടിയിലായത് തമിഴ്നാട് സ്വദേശികളായ ഗായത്രി, അഞ്ജു എന്നിവർ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. എറണാകുളത്ത് വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ ലഹരി വസ്തുക്കളുമായി 3 പേരെ അറസ്റ്റ് ചെയ്തു. ഞാറയ്ക്കൽ എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്നുകൾ പിടികൂടിയത്. തിരുവനന്തപുരം പൂവച്ചൽ പുളിങ്കോട് ക്ഷേത്രത്തിൽ നടന്ന മോഷണ കേസിൽ ബന്ധപ്പെട്ട് ഒരാൾ കൂടി പിടിയിൽ. മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ച ഒറ്റശേഖരമംഗലം സ്വദേശി ജോണിയാണ് അറസ്റ്റിലായത്. കൊല്ലം ശൂരനാട് പൈനിയർ കോളേജ് സുവർണ ജൂബിലി ആഘോഷിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ശാസ്താംകോട്ട ഉപജില്ലാ കലോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ വേദികളിലായി നടന്ന മത്സരത്തിൽ 3000-ൽ പരം പ്രതിഭകളാണ് പങ്കെടുത്തത്. തൃശൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിലെ ഡിവൈഎസ്പി ക്രോസിംഗ് ജംഗ്ഷൻ അടയ്ക്കുന്നതിനെതിരായി സമരം തുടങ്ങിയിട്ട് 1 വർഷം. സമരത്തിന്റെ ഭാഗമായി സർവകക്ഷി സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. CPIM തൃശൂർ പുല്ലൂറ്റ് ലോക്കൽ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം മാള ഏരിയ കമ്മിറ്റി അംഗം PR രതീഷ് ഉദ്ഘാടനം ചെയ്തു.